അസഹനീയമായ ചൂടാണ്, ഭയങ്കര നട്ടുച്ചയാണിപ്പോൾ. എന്നാലും നമ്മൾ വിലപ്പെട്ട സമയം കളയാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മളങ്ങനെ മെല്ലെ ബോട്ടിലോട്ട് കയറിയിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇവിടെ വരുന്നൊരു പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ 2 ടൈപ്പ് ബോട്ടുകളുണ്ട്, വലുതുമുണ്ട് ചെറുതുണ്ട്. ഞങ്ങൾ ചെറുതാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ചെറുത് തന്നെ ചൂസ് ചെയ്യണം. നമ്മൾ തോണിയൊക്കെയായിട്ട് ഒന്നും മിണ്ടിയതേയില്ല. പക്ഷേ ആ തോണി ഒഴിയുന്ന ആൾക്ക് മനസ്സിലായിട്ടുണ്ട് നമ്മൾ മലയാളീസാണെന്നുള്ളത്. പുള്ളി കേരള നമ്പർ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഒരു രക്ഷയില്ല. മുന്നോട്ട് പോകെ അന്യായ ആംബിയൻസ് ആണ്. ഇവിടെ പല സ്ഥലത്തായിട്ട് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. നമ്മൾ പോലും അറിയാണ്ട് അവർ ഫോട്ടോസ് എടുക്കും. ഈ ഫോട്ടോസ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടായിരുന്നു. ടൈഗർ പാർക്കിൽ അവസാനം നമുക്ക് കൊണ്ട് തരുന്നത് മാതിരി തന്നെയാണ്. നിങ്ങൾ മുതല ഇറച്ചി കഴിച്ചിട്ടുണ്ടോ? മുതലയുടെ തലകളാണ് ഇത് നിരത്തി വെച്ചിരിക്കുന്നത്. നല്ല അപാര ടേസ്റ്റ് എന്നാണ് പറയുന്നത്. ആക്ച്വലി ഇത് ബാർബിക്യൂ ചെയ്താണ് കൊടുക്കുന്നത്. 50 ബാത്തേ ഉള്ളൂ ഈ ക്രോക്കോഡൈൽ BBQന്. നമ്മളെ കാണുമ്പം ശരിക്കും ഭയങ്കര സുന്ദരികളായിട്ടുള്ള സ്ത്രീകളാണെന്ന് മാത്രമേ പറയുള്ളൂ. അത്രയ്ക്കും മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് അതിസുന്ദരികളായിട്ട് നിരന്നിപ്പുണ്ട്. മല്ലൂസ് മില്ലൂസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. തായ്ലൻഡ് സീരീസിൻ്റെ 3ാമത്തെ വീഡിയോ ആണിത്. ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് തായ്ലാൻഡിലെ വിനോദസഞ്ചാരികളുടെ പർദീസായിട്ടുള്ള ഫ്ലോട്ടിംഗ് മാർക്കറ്റിലാണ്. ഫ്ലോട്ടിംഗ് മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത് പട്ടായയിലാണ്. തായ്ലാൻഡിലെ ഈ വളരെ പ്രശസ്തമായിട്ടുള്ള ഫ്ലോട്ടിംഗ് മാർക്കറ്റിനെ കുറിച്ച് അറിയാത്തതായിട്ട് ആരും ഉണ്ടാകത്തില്ല. നമ്മുടെ ഇൻസ്റ്റയൊന്ന് ഓണാക്കി കഴിയുമ്പോഴത്തേക്കും, എസ്പെഷ്യലി റീൽസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ വിസിറ്റ് ചെയ്യുന്ന ഒരു പ്രത്യേക സ്പോട്ടാണ് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്നുള്ളത്. നമ്മുടെ ഇന്നത്തെ വീഡിയോ അടിപൊളി കിടക്കാച്ചി വീഡിയോ ആണ്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇനി നമുക്ക് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ കൂടുതൽ കാഴ്ചകളും കൂടുതൽ വിശേഷങ്ങളൊക്കെ അടുത്തറിയാം. സുഹൃത്തുക്കളെ, ടൈഗർ പാർക്ക് കണ്ട ശേഷം നമ്മൾ നേരെ എത്തിയിരിക്കുന്നത് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലാണ്. അസഹനീയമായ ചൂടാണ്, ഭയങ്കര നട്ടുച്ചയാണിപ്പോൾ. എന്നാലും നമ്മൾ വിലപ്പെട്ട സമയം കളയാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മളങ്ങനെ മെല്ലെ ബോട്ടിലോട്ട് കയറിയിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇവിടെ വരുന്നൊരു പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ 2 ടൈപ്പ് ബോട്ടുകളുണ്ട്, വലുതുമുണ്ട് ചെറുതുണ്ട്. ഞങ്ങൾ ചെറുതാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ചെറുത് തന്നെ ചൂസ് ചെയ്യണം. ഈ ചെറിയ ബോട്ട് ചൂസ് ചെയ്യുമ്പോഴത്തേക്കുമാണ് നമുക്ക് കുറച്ച് കൂടുതൽ നല്ല ഫീൽ കിട്ടുന്നത്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ബോട്ടിൽ പരമാവധി 6 പേർക്ക് മാത്രമേ ഇരിക്കാൻ പറ്റത്തുള്ളൂ. പലപ്പോഴായിട്ട് റീൽസ് കണ്ടപ്പോഴത്തേക്കും ഈ സ്ഥലത്ത് എന്തായാലും ഒന്ന് വരണം എന്നുള്ളൊരു താല്പര്യം പണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും ഫാമിലിയായിട്ട് വരാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പറ്റുന്നവർ ഒരിക്കലെങ്കിലും ഇവിടെ വരണം എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. നമ്മൾ തോണിയൊക്കെയായിട്ട് ഒന്നും മിണ്ടിയതേയില്ല. പക്ഷേ ആ തോണി ഒഴിയുന്ന ആൾക്ക് മനസ്സിലായിട്ടുണ്ട് നമ്മൾ മലയാളീസാണെന്നുള്ളത്. പുള്ളി കേരള നമ്പർ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഒരു രക്ഷയില്ല. മുന്നോട്ട് പോകെ അന്യായ ആംബിയൻസ് ആണ്. ആക്ച്വലി ഇവിടുത്തെ പ്രത്യേകത എന്നുള്ളത് ഇരുവശങ്ങളിലും നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഐറ്റംസ് അടങ്ങിയ ഷോപ്പുകളാണ്. കുറുകെ പാലങ്ങളുണ്ട്. അതായത് ഇരുവശങ്ങളും കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള പാലം. നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് വേണമെങ്കിൽ നടന്നു പോകണമെന്നുണ്ടെങ്കിൽ പാലം വഴി പോകാൻ പറ്റും. ആ ഒരു സെറ്റപ്പിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ പോകുന്ന ഈ ബോട്ട് സവാരി 1 വേ ട്രിപ്പാണ്. ആക്ച്വലി തിരിച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ബോട്ടിലല്ല വരുന്നത്. കരയിലൂടെ നമ്മൾ ഈ പർച്ചേസ് ചെയ്യേണ്ട ഐറ്റംസ് എല്ലാം പർച്ചേസ് ചെയ്തിട്ട് ആവശ്യത്തിന് നമുക്ക് ട്രഡീഷണൽ ആയിട്ട് ഫുഡുകൾ കഴിക്കാനുള്ള സെറ്റപ്പുകൾ ഇവിടെ ഉണ്ട്. അങ്ങനെ മെല്ലെ നടന്നു വേണം തിരികെ വരുവാനായിട്ട്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ കായലിൽ ഒത്തിരി മുതലകളുണ്ടെന്നാണ് പറയുന്നത്, ക്രോക്കോഡൈൽസ്. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷേ ശരിക്കും ഉള്ളത് തന്നെയാണ്. ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുള്ളതാണ്. കുറച്ച് ആമ്പൽപ്പ് മുട്ടുകളൊക്കെ ഇവിടെ ഉണ്ട്. വിരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നേനെ. സുഹൃത്തുക്കളെ, നിങ്ങൾ തന്നെ നോക്കുക, എന്താ ഒരു ആംബിയൻസ് അല്ലേ. ഭയങ്കര കളർഫുള്ളാണ്. ശരിക്കും ഞാൻ തായ്ലാൻഡിലെ കാലുകുത്തി എവിടെ നോക്കിക്കഴിഞ്ഞാലും ഭയങ്കര കളർഫുള്ളായിട്ടുള്ള കാഴ്ചകൾ മാത്രമേ ഉള്ളൂ. ലോകത്ത് ഇന്നേവരെ കണ്ടുപിടിക്കപ്പെട്ടുള്ള എല്ലാ കളേഴ്സും ഇവിടെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. സത്യത്തിൽ ടൂറിസത്തിൻ്റെ അനന്ത സാധ്യതകളെ മുതലെടുത്ത് ജീവിക്കുന്ന രാജ്യമാണ് തായ്ലാൻഡ് എന്നുള്ളത്. ആക്ച്വലി നമുക്കാണോ ഈ പുഴയ്ക്കോ കായലിലോ ഒക്കെ പഞ്ഞം? നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിലും ഒത്തിരി പുഴകളുണ്ട്, ഒത്തിരി കായലുകളുണ്ട്. ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുവരെ ഇന്ത്യയിൽ കാലുകുത്താത്ത ഒത്തിരി ടൂറിസ്റ്റ് ആൾക്കാരൊക്കെ നമുക്ക് ഇന്ത്യയിലോട്ട് അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. നമ്മൾ ജസ്റ്റ് ഈ കായൽ മൊത്തം നോക്കൂ, എന്തെങ്കിലും വേസ്റ്റുകൾ കാണാൻ പറ്റുന്നുണ്ട്? ഒരിക്കലുമില്ല. ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ടുള്ളൊരു കാര്യമാണത്. ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ നിർമ്മാണ ചെലവ് എന്നുള്ളത് അധികമൊന്നും ഉണ്ടാവില്ല. കാര്യത്തിൽ നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. മൊത്തം ഈ തടികളോട് ഉണ്ടാക്കിയ കുറേ ഷോപ്പുകൾ, പിന്നെ നമ്മൾ സഞ്ചരിക്കുന്ന അടക്കമുള്ള ഇവിടെയുള്ള എല്ലാ ബോട്ടുകളും ഉണ്ടാക്കുന്ന ഒരു ചിലവ്. കായലാണെന്നുണ്ടെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള കായലാണ്. ഇവിടെ പല സ്ഥലത്തായിട്ട് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. നമ്മൾ പോലും അറിയാണ്ട് അവർ ഫോട്ടോസ് എടുക്കും. ഈ ഫോട്ടോസ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടായിരുന്നു. ടൈഗർ പാർക്കിൽ അവസാനം നമുക്ക് കൊണ്ട് തരുന്നത് മാതിരി തന്നെയാണ്. നമ്മൾ ഈ ബോട്ടിംഗ് യാത്ര കഴിഞ്ഞ് അവസാനിക്കുന്ന സമയത്ത് അവിടെ ഈ ഫോട്ടോഗ്രാഫേഴ്സ് നമ്മുടെ ഈ എടുത്ത ഫോട്ടോസ് കാണിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ നിന്ന് വാങ്ങാം. അത് യാതൊരു നിർബന്ധമൊന്നുമില്ല. ഒരു ചെറിയ ഫോട്ടോ ഫ്രെയിമിനൊക്കെ ഇട്ട് തന്നെയായിരിക്കും ഇവിടെയും തരുന്നത്.
സോഫ്റ്റ് കോപ്പി നമുക്ക് തരില്ല, ഹാർഡ് കോപ്പി മാത്രമേ തരുള്ളൂ. നമുക്ക് തന്നെ അറിയാം സാങ്കേതികമായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. കാര്യം എന്ന് പറയുമ്പോൾ കുറേ ചടങ്ങാണ് ഈ സോഫ്റ്റ് കോപ്പി തരിക എന്നുള്ളത്. കാര്യം അവർ ആ മെമ്മറി കാർഡ് എടുത്ത് ഫോണിലാക്കണം, ആക്കിയ ശേഷം പിന്നെ അത് കോപ്പി ചെയ്യണം, പിന്നെ സെൻഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ കുറേ ടൈം വേസ്റ്റ് ആവുന്ന പരിപാടിയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ സോഫ്റ്റ് കോപ്പിക്ക് തരാത്തത്. എൻ്റെ അഭിപ്രായത്തിൽ എന്തായാലും ആ ഫോട്ടോ നമ്മൾ മേടിക്കണമെന്നുള്ളത് തന്നെയാണ്. ആ ഫ്രെയിം ചെയ്തിരുന്ന ഫോട്ടോയാണ്, നമ്മുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഇരിക്കട്ടെ. എന്തായാലും നമ്മൾ കാശ് മുടക്കിയാണല്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ അതോടൊപ്പം ഒരു ചെറിയൊരു ചിലവ് നമ്മൾ കുറയ്ക്കാൻ നോക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഒരു ഓർമ്മയ്ക്ക് വേണ്ടി സൂക്ഷിക്കാനായിട്ട് ബെസ്റ്റാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്, നമ്മൾ ഈ യാത്ര ചെയ്യുന്ന ഈ വേളയിൽ ഒരു കാരണവശാലും ബോട്ട് ഡ്രൈവർ നമ്മുടെ കയ്യിൽ നിന്ന് ടിപ്പോ മറ്റ് സമ്മാനമോ ഒന്നും സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത് അവർക്ക് നിയമവിരുദ്ധമാണ്. അഥവാ നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ തക്കതായിട്ടുള്ള ശിക്ഷ അവർക്ക് കിട്ടും എന്നുള്ളതാണ് സ്റ്റാർട്ടിങ് നമ്മൾ കയറുന്ന സമയത്ത് നമുക്ക് കിട്ടിയ ഇൻസ്ട്രക്ഷനാണത്. ഏകദേശം ഒരു അരമണിക്കൂർ യാത്ര കഴിഞ്ഞ് നമ്മൾ മറുകരയ്ക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ അടുത്ത ഫോട്ടോ നമുക്ക് കൊണ്ട് തന്നു. നമുക്ക് 100 ബാത്താണ് കൊടുക്കേണ്ടതായിട്ട് വന്നത്. 2 ഫോട്ടോ ഉണ്ടായിരുന്നു, 2 ഫോട്ടോ ഫ്രെയിമാണ്. ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഷോപ്പിങ്ങിൻ്റെ സമയമാണ്. ഇവിടെയുള്ള എല്ലാ സാധനങ്ങൾക്കും റേറ്റ് കുറവെന്നാണ് ഞാൻ കേട്ടറിഞ്ഞിരിക്കുന്നത്. എന്തായാലും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം. ഇതിനുള്ള ആംബിയൻസ് കൂട്ടുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിക്കുന്നത് ആ മുകളിൽ കാണുന്ന ബലൂൺ ലൈറ്റ്സുകളാണ്. ഈ സെയിം ലൈറ്റ്സ് നമ്മൾ മലേഷ്യയിൽ പോയപ്പോഴും പലപ്പോഴായിട്ട് പല സ്ഥലങ്ങളായിട്ട് കണ്ടതാണ്. നല്ല കോട്ടൺ ഷർട്ട്സ്, കളർഫുള്ളായിട്ടുള്ള ഷർട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഷോപ്പിൽ ലഭ്യമാണ്. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നതും ഇതുപോലത്തെ ഒരു ടൈപ്പാണ്. നാട്ടിലത്തെ 300 രൂപ 400 രൂപ വിലയുള്ളൂ. എന്തായാലും ഓക്കെയാണ്, കുഴപ്പമില്ല, കത്തിയൊന്നുമല്ല. ആ പുഴയിൽ കൂടെ പോകുന്ന തോണിയില്ലേ, അതാണ് ശരിക്കും നമ്മൾ വന്ന് ആ സെയിം അളവിലുള്ള ബോട്ട് എന്നുള്ളത്. സുഹൃത്തുക്കളെ, നിങ്ങൾ മുതല ഇറച്ചി കഴിച്ചിട്ടുണ്ടോ? മുതലയുടെ തലകളാണ് ഇത് നിരത്തി വെച്ചിരിക്കുന്നത്. നല്ല അപാര ടേസ്റ്റ് എന്നാണ് പറയുന്നത്. ആക്ച്വലി ഇത് ബാർബിക്യൂ ചെയ്താണ് കൊടുക്കുന്നത്. 50 ബാത്തേ ഉള്ളൂ ഈ ക്രോക്കോഡൈൽ BBQന്. ഞാൻ ഇപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നില്ല, പക്ഷേ എന്തായാലും 100% ഷുവറായിട്ട് ഞാൻ തായ്ലാൻഡിൽ നാട്ടിലെത്തുന്നതിന് മുന്നേ ഇവിടെ നിന്ന് ടേസ്റ്റ് ചെയ്തിരിക്കും. ഇപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ടേസ്റ്റ് ചെയ്യാത്തതിൻ്റെ പ്രധാന കാരണം എന്നുള്ളത്, ഇപ്പോൾ ഉച്ച ആയതേ ഉള്ളൂ, ഇനിയും 2-3 സ്പോട്ടുകൾ കവർ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇതെന്തായാലും കഴിച്ചിട്ട് വയറിന് പിടിക്കാണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള എല്ലാ സ്പോട്ടിലും നഷ്ടമാവും. അപ്പോൾ എന്തായാലും 2 ദിവസം കൂടെ നമ്മൾ തായ്ലാൻഡിലുണ്ട്. അപ്പോൾ ലോക്കൽ ഫുഡ് സ്ട്രീറ്റ് നമ്മൾ പോകുന്നതായിരിക്കും. ആ സമയത്ത് ഇത് മാത്രമല്ല, ഇനി ഇതിൽ കൂടിയ സാധനങ്ങൾ വേറെയുണ്ട്. നമ്മളെല്ലാം ടേസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ ഇവിടെ നിന്ന് നാട്ടിലോട്ട് പോകുള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെയുള്ള എല്ലാ സാധനങ്ങൾക്കും ന്യായമായ മിതമായിട്ടുള്ള നിരക്ക് തന്നെയാണ് അവർ ഈടാക്കുന്നത്. ഇവിടെ എടുത്തു പറയാനുള്ള മറ്റൊരു അഡ്വാൻറ്റേജ് എന്നുള്ളത്, നമ്മൾ തന്നെ കാണുന്നുണ്ട്, ഈ ക്രോക്കോഡൈലൊക്കെ ആണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരിക്കലും ബാർബിക്യൂ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ കഴിക്കാത്തതായിട്ടുള്ള പുതിയ വെറൈറ്റി ആയിട്ടുള്ള ജീവികളെയൊക്കെ അവർ പിന്നെ BBQ ചെയ്യുന്നുണ്ട്, പിന്നെ ഫ്രൈ ചെയ്യുന്നുണ്ട്, കുറേ സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബാഡ് സ്മെല്ലുകളോ ഒന്നും തന്നെ ഇവിടെ ഇല്ല. ഇത് കണ്ടോ, നമ്മൾ വെള്ളം കുടിച്ചിട്ട് കളയുന്ന ആ പ്ലാസ്റ്റിക് കുപ്പികളാണ് ശരിക്കും ഒരു മീനായിട്ട് അവർ കളറൊക്കെ ചെയ്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആക്ച്വലി ഇതൊരു ഡൈനിങ് ഏരിയയാണ്. നമുക്ക് ആവശ്യമുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡുകൾ മേടിച്ചിട്ട് ഇവിടുന്ന് കഴിക്കാം. ഇവിടെ തന്നെ ലൈവ് മ്യൂസിക്കും ഉണ്ട്, നല്ലൊരു കൺസെപ്റ്റാണ്. അതുപോലെ തന്നെ കുറേ ലേഡി ബോയ്സ് ഇവിടെ ഉണ്ട്. നമ്മളെ കാണുമ്പം ശരിക്കും ഭയങ്കര സുന്ദരികളായിട്ടുള്ള സ്ത്രീകളാണെന്ന് മാത്രമേ പറയുള്ളൂ. അത്രയ്ക്കും മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് അതിസുന്ദരികളായിട്ട് നിൽപ്പുണ്ട്. ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ നമ്മളോടൊപ്പം ഫോട്ടോ കയറി നിൽക്കും. അതിനു വേണ്ടിയാണ് അവരിവിടെ നിൽക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ.